നിങ്ങളെ ഗൊണ്ടോള റൈഡ് നടത്തിയിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെ പോര്, ഞാൻ കയറാൻ പോവാ. എൻ്റെ പേര് പോര്. പഠിച്ചോനെ കാലാവസ്ഥ മാറുക, പെടുവോ? ഇപ്പം ഞാൻ ഗുൽമാർഗിലുള്ളത്. സത്യം പറഞ്ഞാൽ ഈ പണ്ടാരൊന്നും വലിച്ചിടേണ്ട ആവശ്യമില്ല, അതിനത്രം തണുപ്പൊന്നുമില്ല. ഇനി അഥവാ വൈകുന്നേരം ആകുമ്പോഴേക്ക് കാലാവസ്ഥ മാറിയാലോന്ന് വിചാരിച്ചെടുത്തായിരുന്നു. എടുത്തപ്പോൾ ഇടാതെ വേറെ നിർവാഹമില്ല. ഇപ്പോഴാണ് കഥയ്ക്കാണ് തുടങ്ങി. ഗുൽമാർഗിലെ ഗൊണ്ടോള റൈഡിൻ്റെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ കയറാൻ പോവാണ്. നമ്മുടെ മലമ്പുഴയിലൊക്കെ ചെറിയ രീതിയിലുള്ള കേബിൾ കാറിംഗ് സിസ്റ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗൊണ്ടോള റൈഡ് നടത്തുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ടെന്താ, ഈ ഗൊണ്ടോളൻ്റെ ചില്ലുമ്മൽ നിറച്ച സ്ക്രാച്ചാ, നല്ലൊരു വിഷ്വൽ കിട്ടുന്നില്ലാന്ന്. നമ്മൾ മുകളിലോട്ട് കയറി പോകും തോറും മലത്തിൻ്റെ താഴ്വാരത്ത് കുറേ ഇങ്ങനത്തെ വീടുകൾ കാണാം. ഇതൊക്കെ ഇവിടുത്തെ ജിപ്സികൾ താമസിക്കുന്ന, അതായത് ഇവിടുത്തെ ആദിവാസി വിഭാഗം താമസിക്കുന്ന വീടുകളാണ്. അവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ അവർ ആടിനെ മേയ്ക്കും, അതേപോലെ കുതിരകളുമായിട്ട് ആളുകളെ കുതിര സവാരിക്ക് കൊണ്ടുപോകും. കണ്ടോ, ഇവിടെ ഈ മലൻ്റെ മുകളിലേക്കൊക്കെ ആളുകളെ കുതിര സവാരിക്കും കൊണ്ടുപോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയില്ല, കാരണം എൻ്റെ അടുത്തേക്ക് ആരും കുതിര സവാരി വേണമെന്ന് ചോദിച്ച് വന്നിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ കുറേ കയറി പോവാണ്. അങ്ങനെ ഗൊണ്ടോളയിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ഇവിടെ നിന്നുള്ള താഴ്വാര വിഷ്വൽസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ആക്ച്വലി ഇപ്പോൾ ഫസ്റ്റ് ഫേസ് വരെ കയറിയിട്ടുള്ളൂ, കാരണം സെക്കൻഡ് ഫേസിലേക്ക് കയറാൻ മഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഫേസിലൊക്കെ കയറിയിട്ട് കാര്യമുള്ളൂ. സംഗതി നൈസാ. എന്നൊക്കെയല്ല നമ്മുടെ നാട്ടിൽ മീൻസ് മൂന്നാറിലൊക്കെ ഇങ്ങനത്തെ ഒരു സംവിധാനം വരിക, തമ്പുരാൻ അറിയാം. ഞാനിങ്ങനെ ആലോചിക്കരുത്, ഈ അടുത്ത മാസം, ഇതിപ്പോൾ സെപ്റ്റംബർ 30, ഒക്ടോബർ കഴിഞ്ഞ് നവംബർ അവസാനത്തേക്കും ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ സമയത്ത് ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഫുള്ളും ഇങ്ങനെ മഞ്ഞുറഞ്ഞിട്ട് അതിലേക്കൂടെ ആയിരിക്കൂലേ ഈ ഗൊണ്ടോള റൈഡൊക്കെ ഉണ്ടാവുക. നൈസായിരിക്കും അല്ലേ?